ഹലോ മക്കളെ, എല്ലാവർക്കും സൈല ലേണിംഗിലേക്ക് സ്വാഗതം. സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ മലയാളം സെക്കൻഡ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയില്ലേ? നിങ്ങൾ എല്ലാവരും സൂപ്പറായിട്ട് എഴുതിയില്ലേ? അപ്പൊ നല്ല മാർക്കൊക്കെ മക്കൾക്ക് ഉണ്ടാവും. നമ്മള് അത്രയധികം എഫേർട്ട് എടുത്ത് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും മക്കൾക്ക് കിട്ടും. ഇനി എഴുതാൻ വിചാരിച്ച പോലെ എഴുതാൻ പറ്റാത്തവർക്കൊക്കെ എന്താണ്, ടെൻഷൻ ഒന്നും ആവണ്ട. ഇനിയും നമുക്ക് പരീക്ഷകളുണ്ട്. അപ്പൊ നമുക്ക് മലയാളം ഫസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കത് ആ തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എവിടെയാണ് ലാഗ് വന്നത്, എഴുതുന്നതിലാണോ അല്ലെങ്കിൽ ആശയങ്ങൾ എഴുതാൻ പറ്റാത്തതിലാണോ, ടൈം മാനേജ്മെന്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് മലയാളം ഫസ്റ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് കാൽവിരലിൽ വിരിയും കവിത എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാൽ നമ്മളിങ്ങനെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴും അയ്യോ എനിക്ക് അതില്ല, എനിക്ക് ഇത് കിട്ടിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നമുക്ക് സാധ്യമായ കാര്യങ്ങളൊന്നും നമ്മൾ കാണാതെ നമ്മളുടെ ഇല്ലായ്മകളെ കുറിച്ച് അയ്യോ അതില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ആളുകളാണ് നമ്മളിൽ പലരും അത് മനുഷ്യ സഹജമാണ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളുടെ കണ്ണ് തുറപ്പിക്കാൻ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോകത്ത് ഒരുപാട് പ്രതിഭകൾ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിലെ കഥാപാത്രത്തെ പോലെ, ക്രിസ്റ്റിയെ പോലെ, ഒരുപാട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ ഒരുപാട് മനുഷ്യരെന്താണ് നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന തെളിവുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളായിട്ട് നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴും ഇച്ഛാശക്തി കൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് വിജയിച്ചു വന്നിട്ടുള്ള ഒരു മനുഷ്യന്റെ കഥയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം കാൽവിരലിൽ വിരിയും അല്ലെങ്കിൽ വിരിയും കവിത എന്ന പാഠഭാഗം. ഓക്കെ, അപ്പോ ക്രിസ്റ്റി ബ്രൗണിന്റെ ആത്മകഥയായ മൈ ലെഫ്റ്റ് ഫൂട്ട് എന്റെ ലെഫ്റ്റ് ഫൂട്ട് എന്ന് പറയുന്ന ഒരു എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കാൽവിരലിൽ വിരിയും കവിത എന്ന പാഠഭാഗം. മടവൂർ ശശി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഇത് സ്വതന്ത്ര കൃതിയായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ലെഫ്റ്റ് ഫൂട്ട്, മൈ ലെഫ്റ്റ് ഫൂട്ട് എന്ന് പറയുന്ന കൃതിയാണ്. ഇത് സിനിമയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കൃതി എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയാക്കിയിട്ടുണ്ട്. ഭയങ്കര പോപ്പുലർ ആയിട്ട് ആളുകൾ കൈയടിച്ച് സ്വീകരിച്ചൊരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമ കേട്ടോ. അപ്പൊ ക്രിസ്റ്റി ബ്രൗൺ എന്ന് പറയുന്നത് ആരാണ് എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അദ്ദേഹം ഒരു ഐറിഷ് സാഹിത്യകാരനാണ്, ചിത്രകാരകനാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന് പറയുന്ന ആത്മകഥ. ഇതിൽ നിന്നും എടുത്തിരിക്കുന്ന ഭാഗമാണ്. മടവൂർ ശശി എന്ന് പറയുന്ന എഴുത്തുകാരനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ പാഠഭാഗം കാൽവിരലിൽ വിരിയുന്ന കവിത എന്ന പാഠഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അത്ഭുത പ്രതിഭയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, പാഠഭാഗം വായിക്കുമ്പോൾ നമുക്കും മനസ്സിലാവും അദ്ദേഹം എത്രത്തോളം പ്രതിഭാശാലിയായിട്ടുള്ള ഒരു ചിത്രകാരനായിരുന്നു, ഒരു മനുഷ്യൻ എത്രത്തോളം വിൽ പവറുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 1932 അദ്ദേഹം ജനിച്ചത്. അപ്പൊ ജനിച്ച സമയത്ത് തന്നെ അദ്ദേഹം സെറിബ്രൽ പ്ലാസി എന്ന് പറയുന്ന അപൂർവ രോഗത്തിന് എന്ത് ചെയ്യാണ്, അദ്ദേഹം ഇടയാവുകയാണ് കേട്ടോ. അദ്ദേഹം അങ്ങനെ രോഗം ബാധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് ചലനങ്ങൾ, ശാരീരികമായിട്ടുള്ള ചലനങ്ങൾ യഥാർത്ഥ രീതിയിൽ നടക്കാതിരിക്കുന്നത്, ജന്മനാ ഉണ്ടാവുന്ന അസുഖത്തെയാണ് സെറിബ്രൽ പ്ലാസി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇത്തരം അസുഖത്തോട് നമ്മളുടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. പലതരം അസുഖങ്ങളുണ്ട്. നിങ്ങൾ പലതരം TV ഷോയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ കൈയും കാലും ഇല്ലാത്ത ആളുകള് ഡാൻസ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുന്നത്, അങ്ങനെ പല അത്ഭുത പ്രതിഭാസങ്ങളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോഴാണ് നമുക്ക് കൈയും കാലും തലയും കണ്ണും മൂക്കും ഒക്കെ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയായിട്ടും നമ്മൾ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ, ക്രിസ്റ്റി ബ്രൗൺ എന്ന് പറയുന്ന നമുക്ക് മാതൃകയാക്കേണ്ട ഒരു മനുഷ്യന്റെ ആത്മകഥയാണ് നമ്മളുടെ പാഠഭാഗം. ടീച്ചർ പറഞ്ഞതുപോലെ 1989 ഡാനിയൽ ഡേ ലൂയിസ് എന്ന് പറയുന്ന സംവിധായകൻ എന്ത് ചെയ്തിട്ടുണ്ട്, മൈ ലെഫ്റ്റ് ഫൂട്ട് എന്ന് പറയുന്നത് അതേ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ, ക്രിസ്റ്റി ബ്രൗണിന്റെ ആത്മകഥ ഒരു സിനിമയായിട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഉള്ളത് കേട്ടോ. അത്രമാത്രം ആളുകൾ സ്വീകരിച്ചൊരു സിനിമ കൂടെയായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റി ബ്രൗണിന്റെ ഒന്നുകൂടെ കേട്ടോളൂ. മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന് പറയുന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ്. മടവൂർ ശശിയാണ് മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ശാരീരിക വെല്ലുവിളികളിലൂടെയും ഒക്കെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും
ചിത്രരചന അല്ലെ, കൈകൾ കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, കാൽവിരലുകൾ ഉപയോഗിച്ച് അല്ലെ, കാൽവിരലുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്, ബ്രഷും പെയിന്റും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ആര് വരയ്ക്കുന്നത്, നമ്മുടെ ക്രിസ്റ്റി ബ്രൗൺ വരയ്ക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനക്കരുത്തിന്റെയും അഭിനിവേശത്തിന്റെയും കഥയാണ് അദ്ദേഹം സ്വയം ക്രിയേറ്റ് ചെയ്ത് നിർമ്മിച്ചെടുത്ത ജീവിതമാണെന്ന് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ്. അപ്പൊ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് അദ്ദേഹം ചിത്രകലയിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹം എല്ലാ സന്തോഷങ്ങളും അതിൽ കണ്ടെത്തുകയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കുട്ടിയെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് ചികിത്സിക്കണം എന്ന് പറയുന്ന ഡോക്ടർമാരുടെ വാക്കുകളൊന്നും കേൾക്കാതെ അച്ഛനും അമ്മയും എല്ലാത്തിനും സപ്പോർട്ടായിരുന്ന അച്ഛനും അമ്മയും, അതേപോലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പെൺ സുഹൃത്തുണ്ടായിരുന്നു, എപ്പോഴും അല്ലെ നിന്നെ കൊണ്ട് സാധിക്കും അല്ലെ എന്ന് പറഞ്ഞ കൂടെ നിന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് തന്നെ ലോകത്തിന് ആവശ്യമാണ്, തനിക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രചോദിപ്പിക്കാൻ ആവുന്നുണ്ട്, സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാണ് നമ്മളുടെ ക്രിസ്റ്റി ബ്രൗൺ തിരിച്ചറിയണം. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ എല്ലാ കോൺസെൻട്രേഷനും ചിത്രകലയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇത് അദ്ദേഹത്തെ പോലെ തന്നെ ലോകപ്രസിദ്ധനായിട്ടുള്ള അല്ലെ ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ആണ്. അദ്ദേഹം 1942 അല്ലെ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നക്ഷത്രങ്ങൾ രൂപം കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ആ തമോ ഗർത്തങ്ങളെ കുറിച്ച് ഇന്നും അല്ലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കേട്ടോ അദ്ദേഹത്തിന്റെ പഠനമാണ്, സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ. അദ്ദേഹത്തിന് ചെറുവിരൽ മാത്രമാണ് അല്ലെ, ഏതോ ഒരു വിരൽ മാത്രമേ അദ്ദേഹത്തിന് ചലിക്കുകയുള്ളൂ. എന്നിട്ടും അദ്ദേഹം ആലോചിച്ച് നോക്കൂ, അത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ തെളിയിച്ചിട്ടുള്ള ആളാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രതിഭകൾ അല്ലെ ടീച്ചർ കാണിച്ചു തന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, അത്തരത്തിലുള്ള ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതുപോലെ അല്ലെ പ്രതിഭകൾ നമ്മളുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ സ്വന്തം പരിമിതികളൊന്നും പിടിച്ചുലയ്ക്കാതെ ഇടതുകാലിന്റെ വിരലുകളിൽ പിടിപ്പിച്ച ബ്രഷും പെൻസിലും ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്ന ക്രിസ്റ്റിയും എന്താണ്, നമുക്ക് വലിയൊരു മാതൃകയാണ് കേട്ടോ. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ ഹെല ഹണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുടെ പ്രോത്സാഹനത്തിലൂടെയാണ് തന്നെ അല്ലെ ആളുകൾ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, തന്റെ കാര്യങ്ങൾ ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട്, അവർക്ക് പ്രചോദനമാവുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ കൂടുതൽ എന്ത് ചെയ്യാണ്, വരയ്ക്കാൻ വേണ്ടി ആര് ശ്രമിക്കുകയാണ്, നമ്മുടെ അല്ലെ ക്രിസ്റ്റി ബ്രൗൺ ശ്രമിക്കുകയാണ്. അങ്ങനെ സൺഡേ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ ഒരു പെയിന്റിംഗ് മത്സരം നടക്കുകയാണ്. അപ്പൊ അതിൽ പങ്കെടുക്കുകയാണ് ക്രിസ്റ്റി. അപ്പൊ ആ പങ്കെടുക്കാൻ എടുത്ത തീരുമാനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അതിൽ വിജയിയാവുകയും ഒക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഏത് അല്ലെ കുറവുകൾക്കിടയിലും നമുക്ക് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയത്തിൽ എത്തിത്തീരുമെന്നാണ് ഈ പാഠഭാഗം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഈ പാഠഭാഗത്ത് നിന്ന് വരും. അപ്പൊ എന്ത് ചെയ്യണം, ഒക്കെ സൂപ്പറായിട്ട് മക്കൾക്ക് എഴുതാൻ പറ്റണം. പാഠഭാഗം മനസ്സിലായില്ലടാ, ക്ലിയർ അല്ലേ? ഇനി ഇത് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? ഉറപ്പല്ലേ? ഷുവർ അല്ലേ? അപ്പൊ സൂപ്പറായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരും. ലൈവുകൾ ഉണ്ടാവും, മാരത്തോൺ ലൈവുകൾ ഉണ്ട്. മലയാള സെക്കൻഡ് എങ്ങനെയാണോ നമ്മൾ പഠിച്ചത്, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതേപോലെ ഉഷാറായിട്ട് നമ്മൾ മലയാളം ഫസ്റ്റ് പഠിക്കും. മലയാളം ഫസ്റ്റ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും കേട്ടോ. അപ്പോൾ ശൈലത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ മക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടിരിക്കുക, കോൺഫിഡൻസോടെ ഇരിക്കുക. നമ്മൾ പരീക്ഷകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഉഷാറാക്കും, നമ്മൾ തകർത്തെഴുതും കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.